പ്രിയപ്പെട്ടവരെ, ഇന്നൊരു വീഡിയോ കാണുവാൻ ഇടയായി. തിരൂരങ്ങാടി മണ്ഡലത്തിലെ കൊടിഞ്ഞിയിൽ നിന്നുള്ളതാണത്. സമസ്തയുടെ നേതൃത്വത്തിലുള്ള സുപ്രഭാതം ദിനപത്രം പൊതുജനമധ്യേ കത്തിക്കുന്നതാണ് രംഗം. അതിന് കാരണമായി കത്തിക്കുന്ന വ്യക്തി പറയുന്നത് ഇടതുമുന്നണിയുടെ പരസ്യം സുപ്രഭാതം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്നതാണ്. ആദ്യമേ പറയട്ടെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു പത്രമെന്ന നിലയിൽ സുപ്രഭാതം ദിനപത്രത്തിന് കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുന്നണികളുടെയും പരസ്യം നൽകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഇല്ലേയില്ല. സുപ്രഭാതം ദിനപത്രത്തിൻ്റെ വായനക്കാർ ഏതെങ്കിലും സമുദായങ്ങൾ മാത്രമോ ഏതെങ്കിലും കക്ഷിയിലുള്ളവരും മാത്രമോ അല്ല. ഒരു പൊതുപത്രം എന്ന നിലയിൽ എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റും വാർത്തകളും വിവരങ്ങളും സുപ്രഭാതം നൽകി വരാറുണ്ട്. സുപ്രഭാതം ദിനപത്രത്തിൻ്റെ പിറവിക്ക് ശേഷം സുപ്രഭാതം ഇടപെടുന്ന മൂന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും ഇക്കാലയളവിൽ നടന്നിട്ടുണ്ട്. മുൻപും കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും പ്രചാരണ പരസ്യങ്ങൾ സുപ്രഭാതം ദിനപത്രം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. മുന്നണികൾ പത്രസ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലമായാൽ പരസ്യങ്ങൾ നൽകുക എന്നത് കാലങ്ങളായി മാധ്യമ മേഖലയിൽ നടന്നു വരുന്ന ഒന്നാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പരസ്യങ്ങൾ നമ്മുടെ പത്രമാധ്യമങ്ങൾ അതാത് സമയങ്ങളിൽ നൽകി വരുന്നത് നമ്മുടെ മുന്നിലുള്ളതാണ്, സ്വാഭാവികമായ പ്രക്രിയയാണ്. സുപ്രഭാതം അത്തരത്തിൽ ഇടതുമുന്നണിയുടെ പരസ്യം ഇന്ന് 20/4/2024 ശനിയാഴ്ച പ്രസിദ്ധീകരിച്ചതിനെതിരെയാണ് ചിലർ പ്രതിഷേധമെന്ന പേരിൽ പത്രം കത്തിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായത്. ഒരു പൊതുപത്രമെന്ന നിലയിൽ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സുപ്രഭാതം ബാധ്യസ്ഥരാണ്. അത്തരത്തിൽ UDFൻ്റെയും LDFൻ്റെയും പരസ്യങ്ങൾ സുപ്രഭാതം നേരത്തെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്രം ഏതെങ്കിലും ഒരു മുന്നണിയുടെ മാത്രം പരസ്യങ്ങളെ പ്രസിദ്ധീകരിക്കാവൂ എന്ന ഇടുങ്ങിയ ചിന്താഗതിയോട് സമരസപ്പെടാൻ ഏതൊരു മാധ്യമ സ്ഥാപനത്തിനും സാധിക്കില്ല. മലയാളിയുടെ വായനാ സംസ്കാരത്തിലേക്ക് പുതിയ അറിവുകളും കാഴ്ചപ്പാടുകളും വിതറിയ പൊതുപത്രമാണ് സുപ്രഭാതം. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ 10 വർഷത്തെ യാത്രയിൽ വായനക്കാരുടെ അകമഴിഞ്ഞ പിന്തുണയും സ്നേഹവും സ്വീകാര്യതയും സുപ്രഭാതത്തിനുണ്ടായിട്ടുണ്ട്. ഒരു പരസ്യം നൽകുന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ വാർത്തകളോട് ഒരിക്കലും സുപ്രഭാതം മുഖം തിരിച്ചിട്ടില്ല. വസ്തുതകളെ വസ്തുതകളാക്കി സുപ്രഭാതം അവതരിപ്പിച്ചിട്ടുണ്ട്, അവതരിപ്പിക്കാറുണ്ട്, ഇനി അവതരിപ്പിക്കുകയും ചെയ്യും. അക്കാര്യം സുപ്രഭാതത്തെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒന്നാണ്. വാർത്തകളും പരസ്യങ്ങളും നൽകാൻ മറ്റേത് പത്രത്തിനുമുള്ള പോലെ സുപ്രഭാതം പത്രത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഒരു പത്രം കത്തിച്ചുകൊണ്ട് എന്ത് സന്ദേശമാണ് ഇത്തരക്കാർ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്? വായനയെ കൊല്ലാമെന്നോ അതോ വാർത്തകളെ കൊല്ലാമെന്നോ? അതുമല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തതൊന്നും പത്രത്തിൽ പാടില്ലെന്നോ? ഈ കത്തിക്കൽ വായനക്കാരോടുള്ള വെല്ലുവിളിയാണ്. ജനാധിപത്യ വിശ്വാസികളും പ്രിയ വായനക്കാരും ഇത് വിലയിരുത്തട്ടെ.